നമുക്ക് ഏതായാലും മറ്റൊരു IT കമ്പനിയുടെ ഒരു പാദഫലം കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നു. വിപ്രോയുടെ പാദഫലമാണ് എന്തായാലും ലഭ്യമായിരിക്കുന്നത്. ഏതായാലും വിപ്രോയെക്കുറിച്ച് പറയേണ്ടത് എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പാദഫലം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അറ്റാദായം നമ്മൾ നോക്കുമ്പോൾ 1.2% വളർച്ചയിൽ 3246 കോടിയാണ് ഇത്തവണ Q2 രേഖപ്പെടുത്തിയിരുന്നത്. വരുമാനം നോക്കുമ്പോൾ 2.5% ഒരു മെച്ചപ്പെടൽ കാണാൻ സാധിക്കുന്നുണ്ട്. IT സർവീസസ് റവന്യൂ നോക്കുമ്പോൾ $2604 മില്യൺ ഉയർന്നു എന്നുള്ളൊരു പാദഫലം, അത്തരത്തിലുള്ളൊരു പാദഫലം കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഓഹരിയുടെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ തുടക്ക സമയം ഒരു സെൽ ഓഫ് ആണ് കാണുന്നത്. ഏകദേശം 4% ഇടിവ് ഇന്നിപ്പോൾ ഈ ഒരു തുടക്ക സമയം തന്നെ ഓഹരി രേഖപ്പെടുത്തുന്നുണ്ട്. 242 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നേരിയ തോതിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഓഹരിയിൽ. എന്താണ് ഓഹരിയിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനായിട്ടുള്ളത്? ഒരു ബെയറിഷ് ട്രെൻഡിലാണോ ഇപ്പോൾ ഓഹരി ട്രേഡ് ചെയ്യുന്നത്? അതെ, ഇൻഫോസിസിനെ കമ്പയർ ചെയ്യുമ്പോൾ വിപ്രോയിലാണ് കൂടുതൽ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇന്നൊരു വീക്ക് ക്ലോസിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ അത് ഈ ഒരു സ്റ്റോക്കിൽ മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. 257 എന്നതൊരു ഹൈ റിജക്ഷൻ സോണായി ഈ ഒരു സ്റ്റോക്കിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖല മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. കറൻലി വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം ന്യൂട്രലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറൻലി ട്രേഡ് ചെയ്യുന്ന ട്രെൻഡ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും.